ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പിസ്സ ഉണ്ടാക്കണം, ഹോൾ പിസ്സ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ പിസ്സയ്ക്ക് വേണ്ട സോസ് എങ്ങനെ ഉണ്ടാക്കാം, ടൊമാറ്റോ സോസ് എങ്ങനെ ഉണ്ടാക്കാം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇപ്പോൾ പുതിയ ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോൾ പിസ്സയാണ്. അപ്പോൾ പിസ്സയുടെ ആ ബ്രെഡ് അതിൻ്റെ മുകളിലുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാൻ പോകും. അപ്പം അതിന് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് മൈദ മാവാണ്. കണ്ടില്ലേ, ഞാൻ ഈ ഒരു കപ്പിലാണ് മൈദ മാവ് എടുക്കുന്നത്. അപ്പോൾ ആട്ടയാണെങ്കിലും എടുക്കാം, പക്ഷെ ആട്ടയ്ക്ക് അത്ര ഒരു അത്ര ഇതായിട്ട് സോഫ്റ്റ്നെസ് കിട്ടില്ല ചിലപ്പോൾ. അപ്പോൾ മൈദയാണ് ബെസ്റ്റ് ഉണ്ടാക്കണം. നമ്മൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കണുള്ളൂ ഇത്. അപ്പോൾ മൈദ എടുക്കാം. മൈദ ഏകദേശം ഈ ഒരു കപ്പിൽ ഈ ഒരു അളവിലാണ് ഞാൻ ഇപ്പോൾ മൈദ എടുത്തിരിക്കുന്നത്. അതുപോലെ ഇത് ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഒലീവ് ഓയിൽ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് അതിന്റെ മോയ്സ്ചർ പോവാതിരിക്കാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തേച്ച് കൊടുക്കും, മാവ് ഇതാക്കിയിട്ട് കുഴച്ചിട്ട്. അപ്പം അതിനാണ് ഈ ഒലിവ് ഓയിൽ. അതേപോലെ വേറൊരു മെയിൻ സംഭവം ഈസ്റ്റാണ്. ഈസ്റ്റ് ഇപ്പം ഞാൻ ഇത് ഇൻസ്റ്റന്റ് ഈസ്റ്റാണ്. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് കുറച്ച് യൂസ് ചെയ്യാം. കാരണം ഈ ഈസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് നന്നായി പൊന്തി വരാനാണ് ഈസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഈസ്റ്റ് ഇല്ലാതെയും ചെയ്യാം, വേണമെങ്കിൽ തൈര് ഒഴിച്ചിട്ടൊക്കെ ചെയ്യാം. പക്ഷെ ഈസ്റ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ കറക്റ്റായിട്ട് ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഈസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തു. ഇതിലേക്ക് ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കാം നമുക്ക്. ഇതിപ്പോൾ ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഈസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റ് ഞാനൊരു ചെറിയ സ്പൂണിൽ ഏകദേശം ഒരു സ്പൂൺ, ഫുൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈസ്റ്റ്. ഓക്കെ, ഇത് മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ അടുത്തായിരിക്കണം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ അധികം ഇടുന്നില്ല, കുറച്ച് ഇടാം. അപ്പോൾ നമുക്ക് തൽക്കാലം എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് ആഡ് ചെയ്യാം. ഫസ്റ്റ് ഒരുപാട് ആഡ് ചെയ്യരുത്. ഫസ്റ്റ് കുറച്ച് ആഡ് ചെയ്തിട്ട് നോക്കാം. പോരെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് തന്നെ എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ശരിയാവില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യാൻ പോകണം. ഒന്ന് കുഴച്ച് നോക്കാം. കുറച്ചും കൂടി ഇടാം. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട്. നമുക്ക് പരുവ എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ പാത്രത്തിൽ അധികം ഒട്ടരുത്, അങ്ങനത്തെ ഒരു ടൈപ്പിലായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗ്ലാസ്സിൽ അധികം ഒട്ടുന്നില്ല, ആ ഒരു പരുവായിട്ടുണ്ട്. ഇതാണ് കറക്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൽ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഇത് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ നമ്മൾ ഇതിലേക്ക് കുറച്ചൊഴിച്ചിട്ട് ഇങ്ങനെ വല്ല ബ്രഷോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് മേലെ ഒന്ന് തുടച്ചു കൊടുക്കുക. അത് എന്തിനാണെന്ന് വെച്ചാൽ അത് മോയ്സ്ചറൈസ് ആയിട്ട് തന്നെ ഇരിക്കാനാണ്, അതിൻ്റെ മോയ്സ്ചർ പോവാതിരിക്കാനാണ്. നമ്മൾ ഇത് കുറച്ച് നേരം എന്നിട്ട് അടച്ചു വയ്ക്കണം. അപ്പോൾ അതേപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് തേച്ച് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഭയങ്കര ഡ്രൈ ആവും നമ്മൾ എടുക്കണതിനുള്ളിൽ.
അപ്പോൾ ഞാൻ ഇതുപോലെ നല്ലൊരു തുണി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലപോലെ ഒന്ന് നനച്ച തുണിയാണ്, നനച്ച് നന്നായി പിഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ തുണീനെ നമുക്കിതിൻ്റെ മേലെ കൂടെ ഒന്ന് ഇടാം. ഇങ്ങനെ ഇരിക്കട്ടെ, ഇതിപ്പോൾ മേലെ കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ ഇതുപോലൊരു അടപ്പ് വെച്ച് ഞാൻ അടച്ചു വയ്ക്കുകയാണ്. ഇതെന്തായാലും ഇങ്ങനെ ഇരിക്കട്ടെ, ഒരു മണിക്കൂറെങ്കിലും ഇരിക്കണം. നമ്മുടെ ചൂടനുസരിച്ചിട്ടാണത്. അത് ഒരുപാട് തണുപ്പൊക്കെയുള്ള സ്ഥലത്താണെങ്കിൽ അത്യാവശ്യം നിറയെ നേരം ഇരിക്കേണ്ടി വരും. ഇപ്പോൾ അത്യാവശ്യം ചൂടൊക്കെയുള്ള സ്ഥലമായതുകൊണ്ട് നമ്മൾ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഇത് വയ്ക്കാം. എന്നിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ പരുവം എന്തായിട്ടുണ്ടാവും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നാൽ. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ ഒരു മണിക്കൂർ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ 1 മണിക്കൂറായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട്. ഇതുണ്ടോ, അത് നല്ല കുറച്ച് വീർത്ത് വന്നിരിക്കുന്നുണ്ടോ, സൈഡൊക്കെ ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ ഈ ഒരു പാനിലേക്ക് മാറ്റാം. കാരണം ഈ പാനിലാണ് നമ്മളിനി വെച്ചിട്ട് ബാക്കി ഇതാക്കാൻ പോണത്, കുക്ക് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ പാനിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഈ പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ തേക്കാം. അതിനാണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചുറ്റും കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒട്ടില്ല, കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ ഇരുന്നോളൂ ഓയിൽ. എന്നിട്ട് ഇതിനെ നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കാം. വെച്ചിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ഉണ്ട്, കൈ വെച്ച് പ്രസ് ചെയ്താൽ അതാവാനുള്ള ആ ഒരു സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായി ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ ഇത് വീട്ടിൽ സാധാരണ അമ്മമാർ ചപ്പാത്തിയും അതും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടുണ്ട് മാവ് കുഴിക്കുന്നത്, അല്ലാതെ വലിയ പരിചയമൊന്നുമില്ല. എന്തായാലും ഉണ്ടാക്കി നോക്കുക തന്നെ, എന്താവുമെന്ന് നോക്കാമല്ലോ. ഏകദേശം ഈ ഒരു കാണുന്നല്ലോ അല്ലേ, ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വീണ്ടും ഒന്ന് നമ്മൾ നേരത്തെ അടച്ചു വെച്ച തുണി വെച്ചിട്ട് ഞാൻ ഒന്ന് നനയ്ക്കാം, ഒന്ന് നനച്ചിട്ട് വരാം. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് നനച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വീണ്ടും ഒന്ന് ഇത് വെച്ച് തന്നെ ഒന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു 5 to 10 മിനിറ്റ് ഇതൊന്നും ഇങ്ങനെ ഇരിക്കട്ടെ അടച്ചിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ തുറന്ന് നോക്കാം അത് എങ്ങനെയുണ്ടെന്ന്. ഇതുണ്ടല്ലേ, ഒന്ന് കുറച്ചും കൂടി ഭയങ്കര പഫി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ്, ഒരു കുറച്ചും കൂടി ഇങ്ങനെ പൊന്തി വന്ന പോലെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ നമ്മുടെ ഇൻഡക്ഷൻ സ്റ്റൗ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇൻഡക്ഷൻ സ്റ്റൗവിലേക്ക് ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോണത് ഏറ്റവും കുറവിൽ ഇടാൻ പോകണം, ഏറ്റവും കുറവ് ഫ്ലെയിമിൽ. ഇപ്പോൾ സ്റ്റൗവിലാണെങ്കിൽ സിമ്മിലും അല്ല, സിമ്മിനും താഴെ ഏറ്റവും ലോയിലിട്ടാൽ മതി. ലോയിലിട്ടിട്ട് ഇതൊന്ന് ഇരുന്ന് ചൂടാവട്ടെ. ഇത് തൽക്കാലം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് ഇരുന്ന് അങ്ങനെ ചൂടാവട്ടെ. അങ്ങനെ ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ഇരുന്നിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ വേവിച്ചത്. അപ്പോൾ എന്നിട്ടിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കാം എന്താ ഉണ്ടെന്ന്. ഇതുണ്ടോ, നന്നായിട്ട് അത്യാവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്, കറക്റ്റായി വെന്തിട്ടുണ്ട് ഈ ഭാഗം, ഈ സൈഡ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ പാനിൽ കുറച്ചും കൂടെ ഒലീവ് ഓയിൽ തേച്ച് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ നമ്മളിനി തിരിച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ചൂടാക്കണം. അപ്പോൾ അതിനുള്ളിൽ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് രണ്ടാമത് ചൂടാക്കാൻ പോകുന്നത്. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഒലീവ് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ബ്രെഡ് തിരിച്ചിടുക. ഈ ഭാഗമാണ് മുമ്പ് താഴെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ നേരെ തിരിച്ചിട്ടു. അപ്പോൾ എന്നിട്ട് നമ്മളിത് ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടാക്കി വെച്ച ആ ടൊമാറ്റോ സോസാണ്. അപ്പോൾ ഈ സോസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തേച്ച് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ലപോലെ ഒരു കുറച്ച് കട്ടിയായിട്ട് തേച്ച് കൊടുത്തോളൂ. സൈഡിലും ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം.
ഇത് മതി. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്, അത് എടുക്കാം. വെജിറ്റബിൾസ് ഇടാം. ഇതാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച്, ഇത് സവോള അരിഞ്ഞത്, അത് സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ക്യാപ്സിക്കം, ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. അതിനുശേഷം തക്കാളി ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല കളർ വരുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ആവശ്യത്തിന് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഫസ്റ്റ് മറ്റേ ആ ബ്രെഡിൽ നമ്മൾ മുമ്പ് ഉണ്ടാക്കി വെച്ച സോസ് തേച്ചു. അതിനുശേഷം വെജിറ്റബിൾസ് ആഡ് ചെയ്തു. അതിനുശേഷം ഇത് ഞാൻ ബട്ടറാണ്, ചീസ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, ബട്ടറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഇതേപോലെ ഒരു 5 to 10 മിനിറ്റ് ഒന്നും കൂടെ നമുക്ക് വേവിക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ ഏകദേശം ഒരു 5 to 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് തുറന്ന് നോക്കാം എന്തായിട്ടുണ്ട് നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ സോസ് അതിൽ പിടിച്ചതിൻ്റെയാണ് തോന്നുന്നു. കുറച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ബട്ടറൊക്കെ നന്നായിട്ട് മെൽട്ടായി പോയിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ട് തോന്നുന്നു. ആണെങ്കിൽ ജസ്റ്റ് അടി ഉണ്ടോ നീങ്ങുന്നുണ്ട്, കുഴപ്പമില്ല, അടി പിടിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ ഒലീവ് ഓയിലൊക്കെ തേച്ച് കൊടുത്തുകൊണ്ട് കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിരിക്കുന്നു. ഇതിപ്പോൾ ആകെ കുറവെന്ന് പറയാൻ, സാധാരണ ചീസ് ഉണ്ടാവും മുകളിൽ. സാധാരണ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന പിസ്സയിൽ ഇതിൽ ചീസില്ല, അത് മാത്രമേ ഉള്ളൊരു വ്യത്യാസം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മണമൊക്കെ അതേ മണമുണ്ട്. അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. നമുക്ക് വെറും 15 to 20 മിനിറ്റ് വേണ്ടി വന്നുള്ളൂ ഇത് മൊത്തമായിട്ട് ഉണ്ടാക്കാൻ. ആ സോസിന് മാത്രം കുറച്ച് എക്സ്ട്രാ വരും. അങ്ങനെ നിങ്ങൾ സോസ് നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സോസ് വെച്ചിട്ട് തന്നെ എത്ര പിസ്സ വേണമെങ്കിൽ ഉണ്ടാക്കാം, ഈസി ആയിട്ട് ഉണ്ടാക്കാം. എന്തായാലും സംഭവം നന്നായിട്ട് ഭയങ്കര ഈസി ആയിട്ട്, ഏകദേശം ഒരു മിനി ഡോമിനോസ് പിസ്സ എന്നൊക്കെ പറയാം. അമ്മാതിരിയുള്ളൊരു സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് തുരുതുരെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം, പ്രതീക്ഷിക്കുന്നു. താങ്ക്സ്.